കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫലം വരും. ഫലത്തിന് വേണ്ടി ഒരുപാട് പേർ ആകാംക്ഷയോടുകൂടി ജാഗ്രതയോടുകൂടി മറ്റെല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച് ഫലം എന്തെന്നറിയാൻ വേണ്ടി കാത്തിരിക്കും. പിറ്റേ ദിവസം എന്തായാലും ഫലം വരും, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഫലം വരും. അത് ഒരു ചോയ്സ് ഓഫ് സെലക്ഷൻ, ഒരു മാനദണ്ഡങ്ങളനുസരിച്ചിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ ഏത് തിരഞ്ഞെടുപ്പായാലും, മാനുഷിക ജീവിതത്തിലായാലും വ്യാവഹാരിക ജീവിതത്തിലായാലും, ഇൻവേർഡ് എക്സിസ്റ്റൻസ് ഓർ ദി ഔട്ട്വേർഡ് എക്സിസ്റ്റൻസ്, എവിടെയാണെങ്കിലും നമ്മളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ തിരഞ്ഞെടുപ്പുകളുടെ ലോകമാണ്. ആ തിരഞ്ഞെടുപ്പുകളുടെ ലോകത്തിൽ യഥാർത്ഥത്തിൽ ജയമോ പരാജയമോ ഇല്ല. അല്ലെങ്കിൽ ശരി തെറ്റ് എന്നൊന്നില്ല. സാമാന്യമായി പറയുന്നതാണ്, അല്ലാതെ ഒരു പ്രത്യേക കാലഘട്ടത്തിനെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്തിൽ ആഴ്ചകളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമല്ല, വളരെ സാമാന്യമായി പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ജയവും പരാജയവുമില്ല. ഡെമോക്രസിയെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു കൊട്ടേഷനുണ്ട്, അബ്രഹാം ലിങ്കൻ്റെ. എല്ലാവരും എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്ത് വളരെ ഭംഗിയായി പ്രയോഗിക്കുന്ന ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെതുണ്ട്, പക്ഷേ അത് നമുക്ക് ഈ സമയത്ത് പ്രസ്താവന യോഗ്യമല്ല. തോമസ് ജെഫേഴ്സൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അംബേദ്കറുടെ കൊട്ടേഷനല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു വസ്തുത അദ്ദേഹം പറയുന്നത്. ജനാധിപത്യം സാർത്ഥകമാവുന്നത് അതിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരുടെ സർവ്വരീതിയിലുള്ള വിശപ്പുകളെയും മാറ്റാൻ അത് ഉപയുക്തമാവുമ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. അതിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്ന ഫുഡ് ഫോർ ദി സോൾ, ആത്മാവിനുള്ള ഭക്ഷണവും കൂടി കൊടുക്കുന്ന ഒന്നാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ വിജയാപജയങ്ങളില്ല ഒരിക്കലും. അങ്ങനെ വിജയാപജയങ്ങളുള്ള എല്ലാം ഒരു കോൺടെസ്റ്റാണ്. ജയവും പരാജയവും ഉണ്ടാകുമ്പോൾ ഒരു എതിരാളികൾ ഉണ്ടാകും, അല്ലെ, ദ്വന്ദ്ങ്ങൾ ഉണ്ടാകുമ്പോൾ ആണ് ജയവും പരാജയവും ഉണ്ടാകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓഫ് ദി പീപ്പിൾ ആൻഡ് ദെയർ ഫോർ ദി ബൈ ദി പീപ്പിൾ, അല്ലേ. അപ്പോഴവിടെ എവിടെയാണ് ജയവും പരാജയവും ഉള്ളത്? ജയത്തിനെയും പരാജയത്തിനെയും കുറിച്ച് നമ്മൾ വളരെയധികം ആകുലരാവേണ്ട വിഷയം എന്താണ്? അപ്രസക്തമാണത്, തീർത്തും അപ്രസക്തമാണ്. നമ്മുടെ ഈ പുതിയ കാലഘട്ടം, അതിൻ്റെ എവല്യൂഷനിലേക്ക് കൂടി കടന്നു വന്ന ഈ പുതിയ കാലഘട്ടം നമ്മുടെ ഒരു ചിന്തയുടെ പ്രതലം തന്നെ, വിഷൻ എന്ന് പറയില്ലേ നമ്മൾ, ദർശനം എന്ന് പറയുന്ന ആ ഒരു തലം വല്ലാതെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞതുപോലെ ഒരു ക്യാവസ് ഉണ്ടാകുമ്പോൾ ഒരു സിന്തസിസ് ഉണ്ടാകും എന്നുള്ളത് പിന്നെ ഒരു തിയറിയാണ്. അതിപ്പോഴൊരു തിയറി മാത്രമാണ്. യൂണിവേഴ്സൽ സെലസ്റ്റിയൽ ബോഡീസിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ, കോസ്മിക് ബോഡീസിൻ്റെ പ്രിൻസിപ്പിൾസിൽ അത് പലപ്പോഴും ശരിയാണ്. പിന്നെ എൻവയൺമെൻറ്റിൻ്റെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിൽ, ഭൂമിയുടെ കാര്യത്തിൽ,
ആ, പിന്നെ ഒക്കെ അത് വളരെ കൃത്യമാണ്. പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ ക്യാവസിൽ നിന്ന് സിന്തസിസ് ഉണ്ടാവുമെന്നോ സിന്തസിസ് പിന്നെ ക്യാവസിലേക്ക് പോകുമെന്നോ തീരുമാനിക്കാൻ മാത്രമുള്ളൊരു മാനുഷിക ചരിത്രം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എവിടെയാണ് നേരിടൽ വരുന്നത്? തിരഞ്ഞെടുപ്പിൽ നേരിടലുകളില്ലല്ലോ. നമ്മൾ വളരെ പ്രചോദിതമായ ദർശനാത്മകമായ ഒരു കാഴ്ചയാണ് നമുക്കുള്ളത് എങ്കിൽ, വരും തലമുറയ്ക്ക് വേണ്ടി വളരെ കൃത്യതയോടുകൂടിയും ശ്രദ്ധയോടും കൂടി പടുത്തുയർത്തിയ ഒരു ദർശനമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ അവിടെ നമുക്കൊരു നേരിടലില്ല. നമുക്ക് പുരോഗമനങ്ങളും നിലനിൽക്കലും പുരോഗമനങ്ങളും വളർച്ചയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനൊക്കെ നമ്മൾ നേരിടുകയാണ് ഉണ്ടായത്. എന്തിനാണ് നേരിട്ടതെന്ന് അറിയില്ല. ഈ നേരിട്ടത് കൊണ്ടാണ് എതിരാളികളും പ്രതിയോഗികളും ഉണ്ടായത്. അതുകൊണ്ടാണ് ജയവും പരാജയവും ഉണ്ടാകുന്നത്. അങ്ങനെ ജയവും പരാജയവും ഉണ്ടാകുമ്പോൾ പരാജിതർക്ക് എപ്പോഴും അസ്വസ്ഥതയുണ്ടാകും. വിജയശ്രീലാളിതർക്ക് എപ്പോഴും സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഉണ്ടാകും. ശ്രേയസ്കരമല്ലാത്ത വികാരങ്ങളുണ്ടാവും രണ്ടുപേർക്കും, അവരനുകൂലിക്കുന്നവർക്കും. അത് ജനതയുടെ പുരോഗതിക്കോ വളർച്ചയ്ക്കോ കാരണമാവുന്നില്ല എന്നുള്ളതാണ് ചർച്ചകൾക്കൊന്നും വരാത്തൊരു വിഷയം. എല്ലാ ചർച്ചകളും ബഹളായമാനമാണ്. ഒരു സിങ്ക്രണിസിറ്റി കാണാത്ത ചർച്ചകളും വായനകളും എഴുത്തുകളും വാർത്തകളുമാണ് നമുക്ക് ചുറ്റും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇൻഫോ ഒബേസിറ്റിയാണ്. ഈ ഇൻഫോ ഒബേസിറ്റിയുടെ നടുക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഭ്രാന്തരായി പോകുന്ന ഒരു കൂട്ടം ജനതയായി നമ്മൾ മാറരുത് എന്ന് വിവേകമുള്ള ആർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്, ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും. നിലാവ് എന്നത് നമ്മുടെ ചിന്തയെയും കോമൺ സെൻസിനെയും വിവേകത്തെയും പ്രശോഭിതമാക്കുന്ന ഒന്നാണ്. കരിപൂശിയ വാവ് പിന്നെ നിലാവിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, ആഗ്രഹിക്കാം. പക്ഷെ അതിനൊക്കെ പുറമെ നമുക്ക് തീരുമാനങ്ങളും കൂടി എടുക്കാം.